ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരും. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വർഗീയ ശില്പിയെ ഞാൻ നേരിൽ കാണും. ഈ പാട്ട് ശരിക്കും ഒരു ഭക്തന്റെ പ്രത്യാശയും ഉറപ്പുമാണ്. ഇങ്ങനൊരു കാര്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയില്ലായിരുന്നെങ്കിൽ, ഇങ്ങനൊരു വാഗ്ദത്തം നമുക്കില്ലായിരുന്നെങ്കിൽ, ഇങ്ങനൊരു സത്യമായ കാര്യം നമ്മുടെ മുമ്പിൽ വന്നില്ലായിരുന്നെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് യാതൊരു ഫൗണ്ടേഷനും ഉണ്ടാകത്തില്ല. ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ ഇതാണ്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനം മൂലക്കല്ല് ക്രിസ്തുവാണ്. എന്നാൽ അതിലെല്ലാം ഉപരിയായി മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യൻ്റെ ജീവിതം, അതിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അത് വ്യക്തമായി വിളംബരം ചെയ്യുന്ന, വെളിപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് അറിയുന്നു. അതൊരു ഉറപ്പാണ്. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നു. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം, ഒന്നുകൂടെ ആ വാക്യം പറയാം, സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം
അതിനു മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. 6-7 വാക്യത്തിൽ പറയുന്നു, ആകയാൽ ഞങ്ങൾ എപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, കൂടാരമാകുന്ന ഈ ഭൗമഭവനം വിട്ടൊഴിഞ്ഞാലും കൈപ്പണിയല്ലാത്ത, മാനുഷിക നിർമ്മിതമല്ലാത്ത ഒരു നിത്യമായ കെട്ടിടം, ഇപ്പം നിങ്ങൾ താമസിക്കുന്ന വീട് നിത്യമായ കെട്ടിടമല്ല. നിങ്ങളുടെ പാർപ്പിടം നിത്യമായ ഭവനമല്ല. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനവും പ്രമോദനവുമാകുന്നു എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഭൂമിയിൽ പരദേശികളാണ്. ഈ ടൂറിസ്റ്റ് വിസയിലൊക്കെ ആളുകൾ ഒരു രാജ്യത്ത് പോയിട്ട് വിസ തീരാറാകുമ്പോൾ സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു വരുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നിത്യമായ ഭവനമുണ്ട്, ഒരു കൂടാരമുണ്ട്. അത് മാനുഷിക നിർമ്മിതമല്ല. യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, നിങ്ങൾ എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ അത് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ ആ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു സ്ഥലമുണ്ട്, അങ്ങനൊരു ഇടമുണ്ട്. അത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും മാനുഷിക നിർമ്മിതമല്ലാത്തതുമായ ഒരു നിത്യ കൂടാരമാണ്. അപ്പൊ ദൈവം ശില്പിയായി നിർമ്മിച്ച, ദൈവത്താൽ ഒരുക്കപ്പെട്ട ആ ദൈവിക ഭവനത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയണമെങ്കിൽ യേശു കർത്താവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം നിങ്ങൾക്കുണ്ടാകണം. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാകണം. അവൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങൾ അനുസരിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കുന്നവരായിരിക്കണം. ദൈവ വഴിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നിങ്ങളെ സമർപ്പിക്കുന്ന ഒരനുഭവം നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ ശില്പിയെ നിങ്ങൾക്കും നേരിൽ കാണാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനപ്പുറമായി അല്ലലില്ലാത്ത നാട്ടിൽ, ആ കണ്ണുനീരില്ലാത്ത, കോവിഡില്ലാത്ത, ക്യാൻസർ ഇല്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, യാതൊരു ദുഃഖവും ഉറവിളിയോ ഇല്ലാത്ത ആ നിത്യഭവനത്തിൽ നിങ്ങൾക്കും എത്താൻ കഴിയും. ദൂതന്മാരോട് ചേർന്ന് ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ കഴിയും. മൺമയമാകുന്ന ഈ ശരീരം ഈ ഭൂമിയിൽ നാം ഉപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ മൺമയമായ ഈ ശരീരം മണ്ണിനോട് ഒരിക്കൽ എപ്പോഴെങ്കിലും ചേർന്ന് കഴിയുമ്പോഴും നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ, ആ വിണ്ണിൽ സർവശക്തനാകുന്ന ദൈവത്തോടൊപ്പം ആനന്ദിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഇടയായിത്തീരും. കൈവിടപ്പെട്ടു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. സ്വർഗീയ ശില്പിയെ നിങ്ങൾക്കും നേരിൽ കാണുവാൻ കഴിയണമെങ്കിൽ, അല്ലലില്ലാ നാട്ടിൽ നിങ്ങൾക്കും എത്തുവാൻ കഴിയണമെങ്കിൽ, സ്വർഗത്തിലെ ആ ശില്പി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. സകലതും അവനായും അവനാലും നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്, യേശു ക്രിസ്തുവിനാൽ. അതുകൊണ്ട് ആ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്മയമാകും ശരീരം ആ വിൺരോവി നൽകുമ്പോൾ